ഏറ്റവും അധികം ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് നോക്കാം. ടിക്ടോക്ക് ഒന്നുമല്ല, ഇൻസ്റ്റഗ്രാമാണത്. 2010 ഇൻസ്റ്റഗ്രാം ആഗോളതലത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. വേഗാതെ ഇത് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. എന്നാൽ വേഗാതെ കടന്നു വന്ന ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാമിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. 2020 ടിക്ടോക്കിന് മറുപടിയായാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ആരംഭിച്ചത്. വേഗാതെ റീൽസ് ഹിറ്റാകുകയും ചെയ്തു. US ഇൻസ്റ്റഗ്രാമിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചത് റീൽസ് ആണെന്ന് പറയാം. 2023 76.7 കോടി തവണയാണ് ഇൻസ്റ്റഗ്രാം ആഗോളതലത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് എന്നാണ് കണക്കുകൾ പറയുന്നത്. മുൻ വർഷത്തേക്കാൾ 20% വളർച്ചയാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ടിക്ടോക്ക് ആകട്ടെ 73.3 കോടി തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടുവെന്നും കണക്കുകൾ കാണിക്കുന്നു. കണക്കുകൾ അനുസരിച്ച് ടിക്ടോക്കിന്റെ വളർച്ച 4% മാത്രമാണ്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏറ്റവും ജനപ്രീതി നേടിയ ടിക്ടോക്കിനായിരുന്നു പുറത്തുവരുന്ന കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റീൽസ്, ഫോട്ടോ ഷെയറിംഗ്, സ്റ്റോറീസ് ഉൾപ്പെടെയുള്ള ഫീച്ചറുകളാണ് ഇൻസ്റ്റഗ്രാമിനെ ജനപ്രിയമാക്കിയത്. വിപണി വിശകലന സ്ഥാപനമായ സെൻസർ ടവറാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 150 കോടി പ്രതിമാസ സജീവ ഉപഭോക്താക്കളാണ് ഇൻസ്റ്റഗ്രാമിനുള്ളത്. ടിക്ടോക്കിന് 110 കോടിക്ക് മുകളിലാണ് സജീവ ഉപഭോക്താക്കൾ ഉള്ളത്. ദിവസേന 95 മിനിറ്റ് നേരം ടിക്ടോക്ക് ഉപഭോക്താക്കൾ ആപ്പിൽ ചെലവഴിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 65 മിനിറ്റ് നേരമാണ് ഉപഭോക്താക്കൾ ചെലവഴിക്കുന്നത്. ടിക്ടോക്കിന്റെ ജനപ്രീതി വലിയൊരു വെല്ലുവിളിയായാണ് നേരത്തെ മെറ്റ മേധാവി സമ്മതിച്ചിരുന്നത്. ഇൻസ്റ്റഗ്രാമിന് ആഗോളതലത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന സ്വീകാര്യത റീൽസ് ഫീച്ചറിന്റെ പ്രചരണത്തിനും സഹായമായിട്ടുണ്ട്. US നിലവിൽ ടിക്ടോക്ക് നിരോധന ഭീഷണി നേരിടുകയാണ്. US ടിക്ടോക്കിന് നിരോധനം നേരിടാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട്. അത് ഇൻസ്റ്റഗ്രാമിന് ഗുണം ചെയ്യാനാണ് സാധ്യത.